ഹലോ നമസ്കാരം. ഇന്നലെയാണ് സെബി അദാനി ഗ്രൂപ്പിനെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ച് അത് ക്ലോസ് ചെയ്തത്. അതുവഴി അദാനി ഗ്രൂപ്പിനെ ക്ലീൻ ചീറ്റ് സെബി നൽകിയിരിക്കുന്നു. ഇത് മറ്റൊരു കഥയാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസ് കാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി 260 കോടി രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ CFO, അവരുടെ CEO F&O മാർക്കറ്റിൽ നഷ്ടം വരുത്തിയിരിക്കുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള കഥയായിട്ട് തോന്നും. കാരണം നമ്മളൊക്കെ എല്ലാവരും F&O മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നതും ട്രേഡ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ഈ കമ്പനി ചെയ്തിരിക്കുന്നത് ഗെയിംസ് കാർട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് കമ്പനിയാണ്. ഈ കമ്പനി അവർക്ക് കിട്ടിയിരിക്കുന്ന പൈസയിൽ നിന്നും 260 കോടി രൂപ അവരുടെ CEO ആയിട്ടുള്ള രമേശ് പ്രഭു അദ്ദേഹത്തിൻ്റെ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റി, അതുവഴി പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പേഴ്സണൽ അക്കൗണ്ടിൽ മാറ്റിയിരിക്കുന്ന 260 കോടി രൂപ വെച്ച് അദ്ദേഹം F&O മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനുണ്ടായത്. ഈ 260 കോടി രൂപ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 2021 തുടങ്ങിയത് ഇപ്പോൾ 2025 വരെ തുടരുകയുണ്ടായി. ഈ 5 വർഷം കൊണ്ട് 260 കോടി രൂപയും അദ്ദേഹം F&O മാർക്കറ്റിൽ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു ബുക്കിൽ, അതായത് കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്നത്. അതിന് കണക്കായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. കഴിഞ്ഞ വർഷം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് 2024-25 സാമ്പത്തിക വർഷം ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തിൻ്റെ തെറ്റ് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അതുവഴി ഈ 260 കോടി രൂപയുടെ അന്വേഷണം തുടങ്ങി. അദ്ദേഹം ഈ അടുത്തായിട്ട് ഓഫീസിൽ വരാതായിരിക്കുന്നു. അദ്ദേഹത്തിനനുസരിച്ച് എതിരെയുള്ള പോലീസ് റിപ്പോർട്ടുകളും ഒക്കെ തന്നെ ഇപ്പോൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 260 കോടി രൂപ കമ്പനി ഈ ഒരു ക്വാർട്ടറോട് കൂടി ലോസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ, അതായത് നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് നമ്മളൊരു കമ്പനിയെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് വരാനുണ്ട്. ഇതുപോലുള്ള മാനേജ്മെൻറ്റിനെ വിശ്വസിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കോളുകളും അവർ പ്രസൻറ്റ് ചെയ്യുന്ന ഡാറ്റകളൊക്കെ തന്നെ നമ്മൾ അനലൈസ് ചെയ്തിട്ടൊക്കെ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനും കൂടി സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിശ്വാസവഞ്ചനകൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ കമ്പനിയെ തന്നെ നോക്കൂ, വേറെ എവിടെയും ഇൻവെസ്റ്റ് ചെയ്ത് നശിപ്പിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. അതിൻ്റെ CEO, ഉത്തരവാദപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പൈസ എടുത്ത് പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും അതിനുശേഷം F&O മാർക്കറ്റിൽ നിക്ഷേപിച്ച് 260 കോടി രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതായത് 260 കോടി രൂപയെ കൊണ്ട് ലാഭം ഉണ്ടാക്കിയെന്നല്ല, ആ 260 കോടി രൂപയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു F&O മാർക്കറ്റിൽ. ഇതിന് 2 പാഠമാണ്. ഒന്ന്, കമ്പനികളെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റകളുടെ സ്വീകാര്യത. രണ്ടാമത്തത് F&O മാർക്കറ്റ് എത്രമാത്രം ഡേഞ്ചറാണെന്നുള്ളതാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇടയിൽ എത്രയോ ആൾക്കാരുണ്ട്, 1-2 ട്രേഡ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻസോട് കൂടി സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ട്രേഡൊക്കെ നടത്തുന്നവർ നല്ലത് തന്നെയാണ്. പക്ഷേ പ്രൊഫഷണലായിട്ടൊരു അപ്രോച്ച് എല്ലാത്തിടത്തോളം കാലം F&O മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും. സെബി തന്നെ പറയുന്നത് 100-92 പേരും നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്.